ചാമ അരി കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള പുട്ടാണ് കേട്ടോ ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ചാമ അരിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ. നമ്മൾ കൊളസ്ട്രോളും ഷുഗറും ഒക്കെ ഉള്ളവർക്ക് ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു അരിയാണ് ചാമ അരി. അപ്പോൾ ഭക്ഷണത്തിൽ നമ്മൾ മില്ലറ്റ്സൊക്കെ ഒരുപാട് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഇതുപോലുള്ള നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് നമ്മൾ തലേന്ന് രാത്രി കുതിർത്ത് വെച്ചാട്ടോ ഈ ചാമാരി. അപ്പോൾ പിറ്റേന്നൊന്ന് നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം നമ്മളിതൊന്ന് വെള്ളം ഊറാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പയിലേക്കൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഏകദേശം ഒരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ ഒന്ന് മാറ്റി വെച്ചാൽ മതി. അപ്പോൾ കുറച്ച് വെള്ളം ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇത് നമ്മളൊരു പാനിലിട്ടിട്ട് ഇതിൻ്റെ ആ ഒരു വെള്ളപ്പറ്റൊക്കെ ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. അതായത് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലപോലെ വെള്ളമൊക്കെ ഒന്ന് ഇത് മാറി കിട്ടിയാൽ മതി കേട്ടോ. നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് വറുത്തെടുത്താൽ മതി. അപ്പോൾ നല്ലപോലെ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോയി കിട്ടും. നമ്മൾ റവയൊക്കെ വറുത്തെടുക്കുന്ന പോലെ ആവും. അപ്പോൾ ഇത് ചൂടാറി കഴിഞ്ഞാൽ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ സാധാരണ പുട്ടുപൊടി പോലെ തന്നെ കേട്ടോ ഇത് പൊടിക്കുമ്പോൾ ഉണ്ടാകുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്തിട്ട് സാധാരണ പുട്ടുപൊടിക്ക് നനയ്ക്കുന്ന പോലെ ഇതൊന്ന് നനച്ചെടുക്കാം. ഉപ്പ് ഡയറക്റ്റ് ഇട്ട് കൊടുക്കുന്നില്ലെങ്കിൽ നമ്മൾ വെള്ളത്തിൽ ഉപ്പ് കലക്കിയിട്ട് ആ വെള്ളം കൊണ്ട് ഒന്ന് ഇത് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിതിലേക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് സാധാരണ പുട്ടിന് കുഴക്കുന്ന പോലെ തന്നെ കുഴച്ചെടുത്താൽ മതി. അപ്പോൾ പുട്ടിന് കുഴക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മളിങ്ങനെ കൈകൊണ്ട് പിടിക്കുമ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കുമ്പോൾ ഇതുപോലെ ആയി കിട്ടണം. പൊടിഞ്ഞു പോവുകയും ചെയ്യണം ഇങ്ങനെ പൊടിക്കുമ്പോൾ. അതാണ് കറക്റ്റ് പാകം. ഇതിൻ്റെ മേലെയും കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഇതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിനുള്ള ആവശ്യത്തിനുള്ള കറി ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു വെള്ളം ഇങ്ങനെ ഇതിന് മേലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ ഈ ഒരു പുട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. ഇനിയിപ്പോൾ നമ്മളിതിലേക്ക് ഒരു ബാജിക്കറിയാണ് തയ്യാറാക്കുന്നത്. ഉരുളക്കിഴങ്ങും അതുപോലെ 2-3 പച്ചമുളകും ഒരു സവാളയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളമൊക്കെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഒരു 2-3 വിസിൽ വരുന്നവരെ വേവിച്ച് കൊണ്ടുവരാം. അപ്പോൾ വിസിലൊക്കെ പോയതിന് ശേഷം നമുക്കിത് ഉരുളക്കിഴങ്ങ് നല്ലപോലെ ഒന്ന് ഉടച്ചിട്ട് അതിലേക്ക് കറിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് മല്ലിച്ചപ്പും ചേർക്കാം. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കറിയാണ് കേട്ടോ. തേങ്ങ അരക്കോ തേങ്ങാപ്പാൽ പിഴിയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു സമയത്ത് നമ്മൾ ഉടച്ചു കൊടുത്തിട്ട് ഇനി വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിത് കുറച്ച് ഡ്രൈ ആയിട്ട് തയ്യാറാക്കുന്നത്. ലാസ്റ്റ് കടുവും കറിവേപ്പിലയും വറുത്തിട്ടാൽ മതി. അപ്പോൾ ഇതാ പുട്ട് നമ്മൾ മേലെ വെള്ളം ഒഴിച്ച് വെച്ചില്ല, കുറച്ചും കൂടി നല്ല സോഫ്റ്റായി കിട്ടുകയും ചെയ്യും. ഇനി വീണ്ടും ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇനി സാധാരണ പുട്ട് ഉണ്ടാക്കുന്ന പോലെ തന്നെ നമ്മൾ ഒന്ന് ആവിയേറ്റ് എടുക്കുന്നുണ്ട്. അടിയിൽ ഫസ്റ്റ് തേങ്ങ നിറച്ചിട്ട് എത്ര ലെയറായിട്ട് നിങ്ങൾക്ക് തയ്യാറാക്കണോ അതുപോലെ തന്നെ 2-3 ലെയറായിട്ട് നമുക്ക് പൊടി ഇതിൽ നിറച്ച് കൊടുത്തിട്ട് ആവിയേറ്റ് എടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. നമ്മൾ ഏകദേശം ഒരു 5-8 മിനിറ്റ് ഒന്ന് ആവിയേറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ സാധാരണ ചാമ പുട്ടാന്നൊന്നും പറയില്ല, സാധാരണ പുട്ട് കഴിക്കുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് തേങ്ങ അത് ഇട്ട് കഴിഞ്ഞാൽ തന്നെ നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇതായി സോഫ്റ്റ്നെസ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. പെട്ടെന്ന് തന്നെ ഇത് പൊടിഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ.